കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. പി തങ്കച്ചൻ അതിനുശേഷം കേരള നിയമസഭയിലെ സ്പീക്കറായി സംഘർഷഭരിതമായ എല്ലാ ഘട്ടങ്ങളിലും തങ്കച്ചൻ്റെ ഇടപെടലിൽ കൂടി ആ സംഘർഷങ്ങളെ ലഘൂകരിച്ച് ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും കൂട്ടിയിണക്കാൻ തങ്കച്ചൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ ക്ഷമ, അനുഭവജ്ഞാനം, അതുപോലെ പ്രതിപക്ഷങ്ങളുള്ള അദ്ദേഹത്തിനുള്ള വ്യക്തിബന്ധങ്ങൾ, ഇതെല്ലാം മറ്റവർക്ക് മാതൃകയാണ്. ഇന്ന് ഇന്ത്യക്ക് മാതൃകയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട്. ബഹുമാനായ ശ്രീ കെ കരുണാകരനാണ് അതിൻ്റെ സൃഷ്ടാവ്. പക്ഷേ കെ കരുണാകരനോടൊപ്പം ഇന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച രണ്ട് വ്യക്തികൾ പി തങ്കച്ചനും അതുപോലെ തന്നെ TM ജേക്കബുമാണ്. അവിടെ സ്ഥലമെടുപ്പിന് പേരിൽ അവരെല്ലാം നേരിട്ട ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, വ്യക്തിഹത്യകൾ നിരവധിയാണ്. പക്ഷേ പതറാതെ കെ കരുണാകരൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഇടവും വലവും നിന്ന് പ്രവർത്തിച്ച സുഹൃത്തുക്കളാണ് പി തങ്കച്ചനും അതുപോലെ തന്നെ നമ്മുടെ TM ജേക്കബ്. അദ്ദേഹത്തിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പ് കത്തിക്കാളുന്ന അവസരത്തിൽ ഗ്രൂപ്പുണ്ടായിരുന്നു. അത് ഗ്രൂപ്പിൽ അദ്ദേഹം ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പുകാരും ഒരുപോലെ ആദരിച്ചിരുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹം അടിയുറച്ചൊരു മതവിശ്വാസിയാണ്. പക്ഷേ എല്ലാ മതവിശ്വാസികൾക്കും അദ്ദേഹം സ്വീകാര്യനായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു സ്വീകാര്യനായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത രാഷ്ട്രീയത്തിലെ മതത്തിലെ നിലപാടുകൾക്കപ്പുറം ഊഷ്മളമായ വ്യക്തിബന്ധം, സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ തങ്കച്ചൻ പ്രത്യേകം കാത്തുവച്ചു. തങ്കച്ചൻ ഓർക്കുമ്പോൾ ഞാൻ പ്രത്യേകം ഓർക്കുന്നത് അദ്ദേഹം സൗഹൃദത്തിൻ്റെ ആളാണ്, വ്യക്തിബന്ധത്തിൻ്റെ ആളാണ്, കൂട്ടായ്മയുടെ ആളാണ്. പ്രശ്നങ്ങൾ വഷളാക്കുന്ന ആളല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളാണ്. അദ്ദേഹപോലുള്ള നേതാക്കന്മാർ കേരള രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് കേരള രാഷ്ട്രീയത്തിന് പൊതുവെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രത്യേകിച്ച്, എനിക്ക് അതിലും പ്രത്യേകിച്ച് വളരെ തീയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരോട്, പെരുമ്പാവൂരിലെ നാട്ടുകാരോട് എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പി തങ്കച്ചൻ എന്ന തൻ്റെ മന്ത്രിസഭയിലെ കൃഷിമന്ത്രിയെക്കുറിച്ച് എ കെ ആന്റണി ഓർക്കുന്നു. ഒപ്പം കൃത്യമായ ഊഷ്മളമായ വ്യക്തിബന്ധം, സൗഹൃദം സ്ഥാപിച്ചിരുന്ന, അത് കാത്തുസൂക്ഷിച്ചിരുന്ന പി തങ്കച്ചൻ എന്ന സുഹൃത്തിനെ സ്മരിക്കുന്നു. അങ്ങനെ ആ രീതിയിലൊക്കെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് പി തങ്കച്ചൻ എന്നാണ് എ കെ ആന്റണി ഇപ്പോൾ ഓർത്തെടുത്ത് പറഞ്ഞത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അനുശോചനക്കുറിപ്പ് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. പ്രാദേശിക തലത്തിൽ നിന്ന് പടിപടിയായി സംസ്ഥാന നേതൃതലങ്ങളിലേക്ക് ഉയർന്നു വന്ന വ്യക്തിയായിരുന്നു പി തങ്കച്ചൻ. വിവാദങ്ങളിൽ പെടാതെ സൗമ്യപ്രകൃതനായി രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം നിറഞ്ഞു നിന്നു. വഹിച്ച സ്ഥാനങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചു. മന്ത്രി, നിയമസഭാ സ്പീക്കർ എന്നീ നിലകളിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു.